ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ക്രാഫ്റ്റി വേൾഡ്. ഇന്നത്തേത് നല്ലൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റാണ്. കറി ഉണ്ടാക്കുന്ന മൺചട്ടിയാണ് ഞാനിന്നിവിടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ചെറിയ ക്രാക്കൊക്കെ വീണ മൺചട്ടിയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് നന്നായി ക്രാക്ക് വീണ് ലീക്കിംഗ് ആയി തുടങ്ങിയ ഒരു മൺചട്ടിയാണ്. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യമായി നമുക്ക് മൺചട്ടിയിൽ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലാൻഡിംഗ് ആയിട്ട് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മൺചട്ടിയുടെ സൈഡിൽ മുഴുവനായി ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള സ്പ്രേ പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടുത്തതായി സൈഡിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ വേണം ചെയ്യേണ്ടത്. ഞാനിവിടെ മൺചട്ടി മുഴുവനായി സ്പ്രേ ചെയ്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ് നന്നായി ഉണങ്ങിക്കിട്ടും. അധിക സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടുന്നതാണ്. എല്ലാ ഭാഗവും നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൽ ടേപ്പ് ഓരോന്നായി അഴിച്ചെടുക്കാം. ടേപ്പെല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ടേപ്പ് ഒട്ടിച്ചിരുന്ന ഭാഗത്ത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ടേപ്പ് ഒട്ടിച്ച് അതേ ഷേപ്പിൽ തന്നെ ഫുള്ളായി കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ നന്നായി പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാവുന്നത്. ഫ്ലവർ വരയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്സ് പെയിൻറ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തതെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡിലും ഒരുപോലെ നന്നായി പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെറ്റാലിക് ഗോൾഡിൻ്റെ ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബ്ലാക്ക് കളറിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് 2 ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പോട്ട് മുഴുവനായി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി ചട്ടിയിൽ നമുക്ക് പോട്ടിംഗ് സോയിൽ നിറയ്ക്കാം. ഞാനിവിടെ കുറച്ച് മണി പ്ലാന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പെയിൻറ്റഡ് പെബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഈസിയാകും. പെബിൾസ് ഓരോന്നായി പോട്ടിൻ്റെ പല ഭാഗത്തായി വെച്ചു കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം.